ഹലോ പിള്ളേരെ നമസ്കാരം. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ട പരിപാടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസും അല്ലെങ്കിൽ ഒരു സ്കില്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു കിടിലം വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത്. വണ്ടർഷെയറിൻ്റെ ഫിലിമോറ V12. അതായത് വണ്ടർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അവരുടെ ഒരു വീഡിയോ എഡിറ്റർ ഉണ്ട്, ഫിലിമോറ. നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. വണ്ടർഷെയർ ഫിലിമോറ എന്ന് പറയുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്, ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വിൻഡോസിലും മാക്കിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനായിട്ട് പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അഡോബ് പ്രീമിയർ പ്രോ, അതുപോലെ തന്നെ ഫൈനൽ കട്ട് പ്രോ. ഈ ഫൈനൽ കട്ട് പ്രോയും അഡോബ് പ്രീമിയർ പ്രോ എന്നൊക്കെ പറയുന്നത് നല്ല വിലയാണ്. FCPയുടെ വില എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. പക്ഷേ ഈ വണ്ടർഷെയറിൻ്റെ ഫിലിമോറ V12 എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ആൻഡ് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. ഒരു എഡിറ്റിംഗ് സ്കില്ലും, അതായത് സീറോ എഡിറ്റിംഗ് സ്കില്ലാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടു യൂസ്, ഞാൻ പറയും ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും എളുപ്പത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സോഫ്റ്റ്വെയറേ ഉള്ളൂ, അത് വണ്ടർഷെയർ ആണ്. അതിൻ്റെ ലാസ്റ്റ് 5 years ആയിട്ടുള്ള എഡിറ്റിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല എഫക്റ്റുകളും ഒരൊറ്റ ക്ലിക്കിൽ കിട്ടുന്നതും ഭയങ്കര ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫൈനൽ കട്ട് പ്രോ, അഡോബ് പ്രീമിയർ പ്രോ, ഇതേപോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ്? ആ സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ നല്ല എഡിറ്റിംഗ് സ്കില്ലുകൾ വേണം. അതായത് ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, അല്ലാതെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ വണ്ടർഷെയർ ഫിലിമോറ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങൾക്ക് സീറോ, ഞാൻ പറയാം 0, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എഡിറ്റിംഗ് സ്കില്ലോ എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ ക്ലിക്കിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫിലിമോറയുടെ പ്രത്യേകത. ഇനി ഫിലിമോറയിൽ വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടർഷെയർ ഫിലിമോറ V12 ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ടു ട്രൈ വേർഷനിൽ നമുക്ക് വണ്ടർഷെയറിൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർമാർക്ക് പോയി കിട്ടും. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എഫക്റ്റ് വരുന്നുണ്ട്. മോഷൻ ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് പ്രീസെറ്റ് ടെംപ്ലേറ്റുകൾ, അതായത് ഭയങ്കര വലിയ ടെക്സ്റ്റ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് ഒരു ക്ലിക്കിൽ മാറ്റം വരുത്താം. ഡൺ, കിടിലം എഫക്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കീ ഫ്രെയിമിംഗ് ഉണ്ട്. കീ ഫ്രെയിമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഒരു ആനിമേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. സ്പീഡ് റാമ്പിംഗ്, നിങ്ങൾ PUBGയുടെ ഒക്കെ മോണ്ടേജ് ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പീഡ് റാമ്പിംഗ് ആ ഒരു ബീറ്റിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോയിട്ട് പിന്നെ സ്ലോ ആവും, പിന്നെ സ്പീഡിൽ പോയിട്ട് കുറച്ച് സ്ലോ ആവും, ആ പരിപാടിയില്ലേ, അതെല്ലാം ഇതിനകത്ത് ഈസി ആയിട്ട് പറ്റും. ഇൻസ്റ്റൻറ്റ് മോഡുണ്ട്. പിന്നീട് ഓട്ടോ ബീറ്റ് സിങ്ക് ഉണ്ട്. അതായത് ഒരു പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് വണ്ടർഷെയർ ഫിലിമോറ V12 തന്നെ നമുക്ക് വിഷ്വലി സിങ്ക് ചെയ്ത് തരും. അത് അടിപൊളി. ഇനി വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന എഫക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫിലിം സ്റ്റോക്ക് ടെംപ്ലേറ്റ്സ് ആൻഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറേയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. കുറേ എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീന്, പിന്നീട് മാസ്ക് ആൻഡ് ബ്ലെൻഡ്, AI പോർട്രേറ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ടാക്കുന്നത്, പിന്നീട് നമുക്ക് ബോറിസ് എഫക്റ്റ്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ബോറിസ് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പൈസ കൊടുത്താണ് വാങ്ങേണ്ടത്, എന്നാൽ പോലും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. ഓഡിയോ എഫക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോ ഡക്കിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ മൈക്കിൻ്റെ അകത്തുള്ള ഓഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. അതിന് നമുക്ക് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൈലൻസ് ഡിറ്റക്ഷൻ, പിന്നീട് ഓഡിയോ സിങ്ക് ചെയ്യാൻ. ഇപ്പോൾ വീഡിയോ ക്യാമറയിലും ഓഡിയോ വേറൊരു മൈക്കിലും, അതായത് വേറൊരു റെക്കോർഡറിലും. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ഓഡിയോ റെക്കോർഡറിലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്യാമറയ്ക്കകത്തുള്ള വിഷ്വലും എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടതിന് ശേഷം സിങ്ക് ചെയ്യും. ഇത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ സിങ്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. വണ്ടർഷെയർ ഫിലിമോറ V12 ഫുള്ളി നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പല യൂട്യൂബേഴ്സും അവരുടെ ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും നമ്മുടെ വണ്ടർഷെയർ ഫിലിമോറയാണ്. എനിക്കറിയുന്നുള്ള എല്ലാവരും, ഈവൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും വണ്ടർഷെയർ ഫിലിമോറയിലായിരിക്കും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എൻഹാൻസ്മെൻറ്റ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് ഈ V12 അകത്ത് വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കീ ഫ്രെയിം നമുക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കീ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ എല്ലാ പാരാമീറ്റേഴ്സിലും എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത്
നിങ്ങൾക്ക് ഫിൽറ്റേഴ്സിലായാലും കളർ കറക്ഷനിലായാലും അതുപോലെ തന്നെ പൊസിഷനിലായാലും റൊട്ടേഷനിലായാലും സ്കെയിലിങ്ങിലായാലും ഒക്കെ എല്ലാത്തിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എഫക്റ്റ് വേണമെങ്കിലും കീ ഫ്രെയിം ചെയ്യാൻ പറ്റും, കളേഴ്സ് കീ ഫ്രെയിം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, ഒരു വീഡിയോ ടൈം ലൈനിൻ്റെ തൊട്ട് മേളിലായിട്ട് വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു എഫക്റ്റ് കൊടുത്തു, അതിൻ്റെ മേളിൽ വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിൽ എഫക്റ്റ് കൊടുത്തു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എഫക്റ്റ് കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെയർ മാത്രം കളഞ്ഞാൽ മതിയാവും. അങ്ങനെയുള്ളൊരു ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാസ്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് എങ്ങനെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ട് മാസ്ക് ചെയ്ത് അതിനെ പല രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ പറ്റും. അപ്പോൾ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വണ്ടർഷെയർ ഫിൽമോറ V12 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടർഷെയർ ഒരു ക്രിസ്മസ് ആക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വണ്ടർഷെയർ ഫിൽമോറ V12 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്കില്ലും ഇല്ലെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ഈസി ആയിട്ടും പ്രൊഫഷണലി പോസിബിൾ ആണ്. അപ്പോൾ വണ്ടർഷെയർ ഫിൽമോറയിലൂടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ബൈ.